ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറച്ച് കഴിയുമ്പോൾ ഇനിയും കാര്യങ്ങളൊക്കെ മാറും. ഒരുപക്ഷെ സുജാത ആന്റി മാറിയേക്കും. ഇല്ല ഹരി, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എടോ, നടന്നാലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. അത് അച്ഛനാണെന്ന് തോന്നുന്നു അമ്മേ. രഘുവേട്ടാ, രഘുവേട്ടൻ ജോലിക്ക് കയറുന്നതിന് മുൻപ് ഞാൻ ചോദിച്ചു എവിടെയാ രഘുവേട്ടന്റെ ജോലിയെന്ന്. അപ്പൊ രഘുവേട്ടൻ ഒന്നും പറഞ്ഞില്ല. രഘുവേട്ടൻ ജോലിക്ക് ജോയിൻ ചെയ്തോ? ജോയിൻ ചെയ്തു. എവിടെ, ഏതാ കമ്പനി? അച്ഛൻ ജോയിൻ ചെയ്തത് ജെആറിന്റെ ഓഫീസിലാണെന്ന് ജ്യോതി പറഞ്ഞു. അത് സത്യാണോ? ജ്യോതി അങ്ങനെ ഒരു കാര്യം പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. രഘുവേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഞാൻ ജോയിൻ ചെയ്തത് ജെആറിന്റെ ഓഫീസിൽ തന്നെയാ. ഇരിക്കുന്നത് അവിടുത്തെ MD കസേരയിലാ. അല്ല രഘുവേ, അങ്ങയുടെ തിരിച്ചു വരവിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നേ. എന്നിട്ട് അങ്ങ് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. അങ്കിൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് തന്നെ ചിലത് പറഞ്ഞു. അതൊക്കെ ഇതിന്റെ പേരിലായിരുന്നു അല്ലേ? രഘുവേട്ടൻ ഇനി ആ ജോലിക്ക് പോകുന്നില്ല. ഇപ്പൊ വിളിച്ചു പറയണോ അവന്? അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം തെറ്റാണെന്ന് തോന്നാത്തിടത്തോളം കാലം ഞാൻ അത് വിളിച്ചു പറയില്ല. അച്ഛാ, ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാനാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ആ മനുഷ്യൻ ജെആർ ഞങ്ങളെയൊക്കെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന അച്ഛനും ആ കൂട്ടത്തിൽ ചേർന്ന് ഞങ്ങളുടെയൊക്കെ കഴുത്ത് ഞെരിക്കാണോ? അവൻ നിങ്ങളെ ആരെയും ഒന്നും ചെയ്യില്ല. അത് ഞാൻ ഉറപ്പ് പറയാം. എന്തുറപ്പ്? എന്തുറപ്പാണ് നിങ്ങൾക്ക്? അവൻ കത്തി ചൂണ്ടിയതും കൊല്ലാൻ ശ്രമിച്ചതും ഒന്നും രഘുവേട്ടൻ കണ്ടിട്ടില്ലല്ലോ. അന്ന് ഇതൊക്കെ കാണേണ്ടതും പരിഹരിക്കേണ്ടതും സുജാതയുടെ മാത്രം ഉത്തരവാദിത്വമായിരുന്നല്ലോ. നാണമില്ലേ രഘുവേട്ട ഇങ്ങനെയൊക്കെ പറയാൻ? കൊട്ടിഘോഷിച്ച് കൊണ്ടു നടക്കുന്ന ഈ MD കസേരയുണ്ടല്ലോ, അതിന് മാന്യതയുണ്ടോ? നിങ്ങളെ പോലെ ഒരാൾക്ക് ചെന്നിരിക്കാനുള്ള യോഗ്യതയുണ്ടോ ആ MD കസേരയ്ക്ക്? അങ്കിളിന്റെ മകനെ സ്നേഹിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഇപ്പൊ അങ്കിള് കാണിച്ചത് അത് കൂടെ നിന്ന് ചതിക്കുന്നൊരു ഏർപ്പാടാ. ഇതിനേക്കാളും ഭേദം ആ ജെആർ തന്നെയായിരുന്നു. അവനൊന്നുമില്ലെങ്കിലും ശത്രുവാണെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ചോദ്യം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതെ, ചോദ്യം ചെയ്യുമ്പോ ഇത്ര പൊള്ളുന്ന എന്തിനാ? പറയാൻ മാന്യമായ മറുപടി ഇല്ലാത്തത് കൊണ്ടല്ലേ? ഈ നിങ്ങളെ കുറിച്ച് ഞാൻ നാട്ടുകാരോട് മുഴുവൻ അഹങ്കാരത്തോടെ സംസാരിച്ചത്. മകന്റെ സൗകര്യങ്ങളും സമ്പാദ്യവും കണ്ടാൽ കണ്ണു മഞ്ഞളിച്ചു പോവെന്ന് അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. എങ്കിലും ഒരാളോടും ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു. നോക്ക്, ഒരാളും ആവശ്യമില്ലാതെ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. ജീവൻ എന്റെ മകനാണ്. ഈ കമ്പനി പേരിലെ ജെആർ എന്താണെന്ന് നോക്ക്. ജീവൻ രഘു. അവന്റെ കമ്പനിക്കൊരു പേര് തീരുമാനിച്ചപ്പോ പോലും അവൻ എന്നെ മറന്നില്ല. ഞാൻ എന്തിനാ ആ സ്നേഹം വേണ്ടെന്ന് വെക്കുന്നത്? എന്റെ മകൻ എന്റെ രക്തമാണ്.
ഞാൻ അവനെ സ്വീകരിച്ച ഒരാൾക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനി മേലിൽ ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ഉണ്ടാവാനും പാടില്ല, കേട്ടല്ലോ? ഗംഭീരമായിട്ടുണ്ട് രഘുവേട്ടൻ. രഘുവേട്ടൻ എങ്ങനെയാ ഇത്രയും ഷാർപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അതും സ്വന്തം കുടുംബം നശിച്ച് ഇല്ലാതായി നിൽക്കുമ്പോ. പക്ഷെ ഇപ്പൊ ഈ സംസാരിച്ചത് രഘുവേട്ടന്റെ മനസ്സിലെ ആർത്തി പിടിച്ച മനുഷ്യന്. ആ രഘുവേട്ടന് ചുറ്റും നിൽക്കുന്ന ഞങ്ങളെ ആരെയും മനസ്സിലാവില്ല. എനിക്ക് ആരെയും മനസ്സിലാക്കണ്ട. ഞാനേ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. ആകാശം ഇടിഞ്ഞ് തലയിലേക്ക് വീഴും പോലെ തോന്നുക മോളെ. അമ്മയുടെ പ്രതീക്ഷകളൊക്കെ അച്ഛൻ തകർത്തു കളഞ്ഞു. അച്ഛൻ വലിയവനാ, അങ്ങനെയാ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മളെ ചതിക്കുന്ന കാര്യത്തിലും രഘുവേട്ടൻ വലിയവൻ തന്നെ. ഹരി, ആളുകളെ കണ്ട അളന്ന് വിലയിരുത്താനുള്ള കഴിവുണ്ടെന്നുള്ളൊരു ധാരണയൊക്കെ എന്റെ ഉള്ളിലുണ്ടായിരുന്നേ. ഇനി എന്റെ ഭാഗത്തിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരുത്തരെ ഞാനിനി അങ്ങോട്ട് വിശ്വസിക്കുകയില്ല. മകന്റെ കമ്പനിയില് ജോലി, കോട്ട് സൂട്ട് ബൂട്ട്, രാജ്യം കാക്കാൻ പോയ പട്ടാളക്കാരുടെ മനസ്സ് അട്ടിമറിക്കാന് ഇതൊക്കെ തന്നെ ധാരാളമാ. എടോ, താൻ എന്താടോ ഇങ്ങനെ? തന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ, സുജാത ആന്റിയോടും തയ്യാറായിരിക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലേ? ജെആറിന് വേണ്ടി ശരവണനെയും കൊണ്ട് ഈ മനുഷ്യൻ പാടത്തിറങ്ങിയ നിമിഷം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ. പിന്നെ ബാക്കിയൊക്കെ ഒരു ചടങ്ങ് മാത്രം. ഇനിയിപ്പോ എന്താ, മകന്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെ ശ്വാസം മുട്ടിക്കല അച്ഛന്റെ ചുമതല. കുറച്ചു കഴിയുമ്പോ ഇനിയും കാര്യങ്ങളൊക്കെ മാറും. ഒരുപക്ഷെ സുജാത ആന്റിയും മാറിയേക്കും. ഇല്ല ഹരി, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എടോ, നടന്നാലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. നാളൊരു ദിവസം സുജാത ആന്റിക്ക് നമ്മുടെ നേരെ നിന്ന് പറഞ്ഞൂടെ, എന്റെ മകൻ ജീവൻ കോടീശ്വരനാണെന്ന്, എനിക്ക് അവന്റെ സമ്പന്നതയിൽ ജീവിക്കണമെന്നൊക്കെ?